കോട്ടയം ജില്ലയിൽ 3 താലൂക്കുകൾക്ക് അവധിയുണ്ട്. കോട്ടയം, കാഞ്ഞിരപ്പള്ളി, മീനച്ചൽ എന്നീ 3 താലൂക്കുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. കോട്ടയം നഗരത്തിലും മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥ പറയാൻ ടോബി ജോൺസൺ ചേരുകയാണ്. ടോബി, ഗുഡ് മോർണിംഗ്. എന്താണ് അവസ്ഥ കോട്ടയം ജില്ലയിൽ? ഗുഡ് മോർണിംഗ് എസ് കെ എൻ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അതിശക്തമായിട്ടുള്ള മഴ തന്നെ കോട്ടയം ജില്ലയിൽ പെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും കിഴക്കൻ മേഖലയിൽ അതിശക്തമായിട്ടുള്ള മഴ, മുണ്ടക്കയം, കുട്ടിക്കൽ പോലെയുള്ള മേഖലകളിലാണ് ഈ ശക്തമായ മഴ തുടരുന്നത്. അതുപോലെ തന്നെയാണ് നഗരപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചും ഇന്നലെ രാത്രിയിലൊക്കെ ശക്തമായി മഴ പെയ്തിരുന്നു. എന്തായാലും ഈ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം ഉയർന്നു നിൽക്കുകയാണ്. അതായത് ജലനിരപ്പ് ഉയർന്നു നിൽക്കുന്നത് ഒരു ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. കാരണം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ കൂടുതൽ മഴ പെയ്ത് കൂടുതൽ വെള്ളം മീനച്ചിലാറ്റിലൂടെ മറ്റും വന്നു കഴിഞ്ഞാൽ ഈ ജലനിരപ്പ് ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു പ്രളയ സമാനമായ സാഹചര്യത്തിലേക്ക് പോകാനുള്ള സാഹചര്യമുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളൊക്കെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ ഒന്ന് കാണാം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈരേൽക്കടവ് ഭാഗത്താണ്. അവിടെ ഇതിനോടകം തന്നെ ഈ പാടങ്ങളിലൊക്കെ വെള്ളം കയറി കിടക്കുകയാണ്. നിറഞ്ഞു കിടക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനുള്ള കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴ തന്നെയാണ്. ശക്തമായി മഴ പെയ്യുന്നത് കൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും ഇതിനോടകം തന്നെ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ഈ ഒരു മഴയുടെ പശ്ചാത്തലത്തിലാണ്, അല്ലെങ്കിൽ ഈ മഴ മുന്നറിയിപ്പ് കണക്കിലെടുത്ത് തന്നെയാണ് 3 താലൂക്കുകളിൽ ഇന്ന് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. കോട്ടയം, മീനച്ചിൽ, അതുപോലെ തന്നെ കാഞ്ഞിരപ്പള്ളി താലൂക്കുകളിൽ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന ഒരു വിവരം അനുസരിച്ച് ചങ്ങനാശ്ശേരി താലൂക്കിൽ ഒരു ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നിട്ടുണ്ട്. അവിടെ ഒരു കുടുംബത്തെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കേണ്ട സാഹചര്യം ഉണ്ടായാൽ അതിനുള്ള എല്ലാ നടപടിക്രമങ്ങളും ജില്ലാ ഭരണകൂടം പൂർത്തിയാക്കിയിട്ടുണ്ട്. എന്തായാലും നിലവിൽ രാവിലെ ഇപ്പോൾ അല്പം മഴ മാറി നിൽക്കുന്നുണ്ടെങ്കിലും ഇന്നലെയും അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലും എല്ലാം തന്നെ ശക്തമായ മഴയാണ് ഉണ്ടായത്. വരും മണിക്കൂറുകളിലും മഴയുടെ പ്രവചനമുണ്ട്. എസ് കെ. ഓക്കെ, താങ്ക് യു ടോബി ജോൺസൺ.